ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇക്ക ഓപ്ഷനിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക OTT പ്ലാറ്റ്ഫോമിൽ നമ്മളെങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഒത്തിരി ഇതുപോലുള്ള ഗാംബ്ലിംഗ് സൈറ്റുകളുടെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഓപ്ഷൻ ട്രേഡിങ്, അതായത് ഐക്യ ഓപ്ഷൻ പോലുള്ള ഗാംബ്ലിംഗ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് നമുക്ക് മണി മേക്കിംഗ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇതുപോലെ വീട്ടിലിരുന്നിട്ട് കുറേ സമയം കൊണ്ട് ഒരു 100 രൂപ 200 രൂപ ഉണ്ടാക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടർന്ന് പോകാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കോംബോ യൂസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ട്രേഡിലൂടെ നമുക്ക് എങ്ങനെ വിന്നിങ് എടുക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. എങ്ങനെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം, ഏത് രീതിയിലൊക്കെ നമുക്ക് ഇതിനെ യൂട്ടിലൈസും ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് അത് വീഡിയോസ് അതും പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പല സ്ട്രാറ്റജീസും പറയുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മേക്കിംഗ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറെ കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് 100% ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വിന്ന് മാത്രം എടുക്കാനായിട്ട് നോക്കുക, പിന്നെ കളിക്കണ്ട. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഹുക്കിങ് ചെയ്യുന്നത് ഡോളർ റൈസിലായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ ഡോളർ റൈസിൽ ഹുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇതിൽ കയറുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് എന്ത് ചോദിക്കുന്നുണ്ട്, ഡോളറാണോ INR ആണോ ചോദിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ INR എന്നുള്ള കാറ്റഗറി യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ മാസ്റ്റർ കാർഡോ വിസ കാർഡോ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് കയറാനായിട്ട് സാധിക്കും, ഫണ്ട് ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കും. ഇനി ഐക്യ ഓപ്ഷൻ്റെ തന്നെ കുറേ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ കുറച്ച് നല്ലൊരു ഹൈ ആയിട്ട് നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഐക്യ ഓപ്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കുറേ എന്താ പറയുന്നത് ഫേക്കായിട്ടുള്ള നമ്മുടെ ഡൊമൈൻസൊക്കെ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് കയറിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള സൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെഫർ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റിൽ റെഫർ ലിങ്ക് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റെഫർ ലിങ്ക് അയച്ചു തരാം. ഇല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ കയറി എടുക്കാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡിലേക്ക് പോവാം. നമ്മളിന്ന് വലിയ ഫണ്ടൊന്നും ഇട്ട് ട്രേഡ് ചെയ്യുന്നില്ല. സിമ്പിൾ ഫണ്ടുകൾ മാത്രം ഇട്ട് നമ്മൾ ഇനി അവിടെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് $1 വെച്ചിട്ട് നമുക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 1 മിനിറ്റിൻ്റെ ഫ്രെയിമിലേക്ക് മാറാം. ഞാൻ പറഞ്ഞ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നോർമൽ നമ്മുടെ CAN6 പോലെയല്ല ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് 15 സെക്കൻഡിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ബോട്ടം കയറി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കാം, ഈ ഒരു ലൈന് ഇതിനെ ക്രോസ് ചെയ്യുമ്പോഴും ഈ ഒരു ലൈന് ഇവിടെ ടച്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡൗൺ ട്രെൻഡ് എടുക്കാൻ പാടുള്ളൂ. നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു പോർഷൻ ഇതുണ്ടോ, ഈ ഒരു ട്രെൻഡ് ഇവിടെ എത്തി, ഈ സാധനം ഇവിടെ ടച്ച് ചെയ്താൽ മാത്രം നമ്മൾ മുകളിലോട്ട് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പാടുള്ളൂ, അല്ലാണ്ട് നമ്മൾ എടുക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു 2 ട്രേഡ് മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി മാത്രം നോക്കാം. 15 സെക്കൻഡിൻ്റെയാണ് വരുന്നത്. ഇപ്പോൾ നല്ലോണം ഡൗൺലോഡ് പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ CAN6 വെച്ച് എടുക്കുകയാണെങ്കിൽ ഇത് 100% വിന്നിങ് ആണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഇത് 100% വിന്നിങ് ആവും. കാണിച്ചു തരാം. ഈ ഒരു CAN6 മൂവ്മെൻറ്റ്സിൽ എനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനത് 100% വിന്നിങ് ആക്കി എടുക്കും 1 മിനിറ്റ് CAN6 യൂസ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വൈസിൽ പറഞ്ഞു തരുമ്പോൾ ഇത് നിങ്ങൾക്ക് വിന്നാവൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ CAN6ൻ്റെ മൂവ്മെൻറ്റും CAN6ൻ്റെ പവറും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നോക്കാം, അത് നമുക്ക് വിന്നാവോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ പ്രഡിക്ഷൻസിന് ഓപ്പോസിറ്റായിട്ട് നേരെ അപ്പിലേക്ക് മൂവ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻഡലിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ നമ്മൾ ഹുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പ് ട്രെൻഡിലോട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ നോർമലി ഞാനിപ്പോൾ ഒരു എന്താ പറയുക 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 6ലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് 100% വിന്നിങ് ആവും. പക്ഷേ ക്യാൻഡിൽ ഇതിനകത്ത് ഫോമിങ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത $2 പോവാം. പക്ഷേ ഞാൻ 15 സെക്കൻഡിലേക്ക് എന്നെ മാറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ പഠിപ്പിച്ചു തരാനാണ്. ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എത്ര സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അത്. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. ഇപ്പോൾ ഇത് ബോട്ടൺ ഏകദേശം ഈ ഒരു പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ടച്ച് ആകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇത് ലൈൻ ക്രോസ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ലൈൻ ഇവിടെ ക്രോസ് ആയി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അപ്പ് എടുത്ത് നോക്കാം. ഞാൻ അപ്പറിൻ്റെ അടുത്തുള്ള അപ്പറിൻ്റെ നമ്മൾ സ്കാൽപ്പിങ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്, ഞാനിവിടെ ഈ ഡോളർ സെലക്ട് ചെയ്തപ്പോൾ കൂടുതലായിപ്പോയി ഡോളർ സെലക്ട് ചെയ്ത് ഏകദേശം $195 ആയിപ്പോയി ഞാൻ ഇട്ടത്. നിങ്ങളങ്ങനെ ചെയ്യരുത്. എനിക്കിവിടെ സെലക്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ചിലപ്പോൾ ഇത് റിവേഴ്സിങ് ആവുകയാണെങ്കിൽ അക്കൗണ്ട് മൊത്തം 0 ആയിപ്പോകുന്ന അവസ്ഥ വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നോക്കി ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് എനിക്കിത് മിസ്റ്റേക്കായി പോയതാണ്. ഞാൻ $3 എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മൊത്തം അടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ $2 വെച്ചിട്ട് അടിച്ച് $6 അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ മൊത്തം ഏകദേശം ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കാം. വിന്നിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. വിന്നിങ് അല്ലെങ്കിൽ നമ്മളിനി ഫണ്ട് ഇതിനകത്ത് റേസ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ കിട്ടുകയാണെങ്കിൽ $100 നമുക്ക് കിട്ടും. പോവുകയാണെങ്കിൽ $74 പോകും. ഓ, ദൈവം സഹായിച്ച് നമുക്കിത് വിന്നിങ് ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കി വിന്നിങ് ആട്ടോ. അത് ഈ ഒറ്റ ട്രേഡ് ഒന്ന് എടുക്കുന്നുള്ളൂ, ഇനി എടുക്കുന്നില്ല. $167.70 കിട്ടിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തു പോയതാണ് സത്യത്തിൽ. ഞാനത് ഈ ഒരു ഡോളർ ചെയ്യണമെന്നല്ല വിചാരിച്ചത്. അവിടെ സത്യത്തിൽ $3 $4 ഇടണമെന്ന് വിചാരിച്ചുള്ളൂ. ഞാൻ പിന്നീട് ഇപ്പോഴാണ് ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ മാറ്റിയതാണ് ഞാനത്. തെറ്റിപ്പോയതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വിന്നിങ് ആണ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ലൂസേഴ്സിലേക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ 99% നമുക്ക് വിൻ ആവണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ടൈം ഫ്രെയിമിങ്ങൊക്കെ കൃത്യം ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ടാവുക. നമ്മൾ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തോട്ടെ വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ ചെയ്ത പോലെ മണ്ടത്തരം ചെയ്യരുത്. കാരണം ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ മണ്ടത്തരം ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഫുൾ പൈസയും പോയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് കളിക്കണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രം എൻ്റെ കയ്യിലുള്ളാവുമായിരുന്നു. പക്ഷെ അത്രയും ഫണ്ട് ഞാൻ എത്തിച്ചത് ഇതിനകത്ത് ട്രേഡ് ചെയ്ത് എത്തിച്ചതാണ് ഞാൻ അത്രയും ഫണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഡോളറൈസ് വിഡ്രോ ചെയ്യുമ്പോൾ അറിയാലോ, നേരിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. സ്ക്രില്ല് വഴിയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഞാനും സ്ക്രില്ല് വഴിയാണ് ചെയ്യാറ്, ഫണ്ട് എടുക്കാറ്. പക്ഷെ എനിക്ക് തന്നെ ഫണ്ട് അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയി അങ്ങനെ കളിക്കും. ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ട്. ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരൊറ്റ ട്രേഡും കൂടെ വേണേൽ എടുത്തു നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ $1 മാത്രമേ തുടങ്ങാൻ വേണ്ടി പാടുള്ളൂ. $1 മൾട്ടിപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, കൂടുതൽ ഇട്ട് പോകരുത്. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത്. ഞാൻ ഇപ്പോൾ ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനതിവിടെ മാറ്റി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഫ്ലോപ്പായി പോയത്, പെട്ടുപോയതാണ്.
പക്ഷെ സത്യത്തിൽ അത് നെഗറ്റീവായി മാറുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഫണ്ട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ ഈ കളർ പ്രഡിക്ഷനൊക്കെ നടത്തുന്ന പോലെ നടത്താൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ വന്ന് അത് ഇവിടെ റെഡ് വന്ന് പിന്നെ അടുത്ത് ഗ്രീനാണ്, ഗ്രീൻ വന്ന് റെഡ് വന്ന്, അങ്ങനെയൊക്കെ കളർ പ്രഡിക്ഷൻ പോലെയൊക്കെ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത് പക്ക ഗാംബ്ലിംഗ് ആണ്, ചൂതാട്ടം പോലെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ്സൊക്കെ. ഇതൊന്നും നിങ്ങൾ അത്രയും ബോധപ്പെടേണ്ട ആവശ്യമില്ല. വലിയ എന്തോ ട്രേഡിങ് സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സിമ്പിളായിട്ട് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഞാനൊക്കെ പലപ്പോഴും ഇതിനകത്തൊക്കെ വീഡിയോസൊക്കെ പല ആൾക്കാരൊക്കെ ഞാൻ മുമ്പൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ലെവലായിട്ട് സ്ട്രക്ചറൊക്കെ വെച്ച് നമ്മൾ ഈ ലൈൻസൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഈ ട്രേഡ് ചെയ്യുമായിരുന്നു. മൊത്തം ഫ്ലോപ്പായി പോകുന്നതാണ് പലപ്പോഴും ഞാൻ കാണാറ്. അതൊന്നും വേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുള്ളൂ. നമുക്കിപ്പോൾ ഇത്ര പോയി ഇത്ര പെട്ടി ഇനി കിട്ടി അങ്ങനെ ചെയ്യരുത്. നമ്മൾ ലിമിറ്റ് വെക്കുക. നമുക്ക് ഇന്നൊരു 2 ട്രേഡോ 3 ട്രേഡോ അല്ലെങ്കിൽ 4 ട്രേഡോ ചെയ്യുന്നുള്ളൂ വിചാരിക്കുക, ഈ ട്രേഡ് ചെയ്യുക. ഞാനൊക്കെ വല്ലപ്പോഴും ഇതിനകത്ത് ഇരിക്കാറുണ്ട്. നമ്മൾ ചാനൽ മാറ്റുന്നുണ്ട്, അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇത് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡോളറിലാണ് ചെയ്യുന്നത്. ഞാനിത് നേരെ INR മാറ്റിയിട്ട് മിനിമം ബാലൻസ് ഇട്ടിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുക എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ നോക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോൻ്റെ സീരീസ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ നമ്മളെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്, ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി പറയുന്നുണ്ടാവും. എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മറക്കാതെ ആ ചാനലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ നോക്കാം. നമ്മളെങ്ങനെ 5 മിനിറ്റിൻ്റെ ഫ്രെയിമിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഗാംബ്ലിംഗ് സൈറ്റ്സുകളുണ്ട് കുറേ. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഗാംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ സൈറ്റുകളുണ്ട്. ഇത് നമ്മൾ ഡൗൺ ട്രെൻഡിലൊക്കെ പോകുന്നത് നമുക്ക് $1 ഇട്ട് നോക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ വന്നാലും നമുക്ക് അവിടെ $1 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ $2 നമുക്ക് ആവുന്നുള്ളൂ. അതായത് മറ്റേ എനിക്ക് തോന്നുന്നു INR ഞാൻ ഇതിനകത്ത് ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് INR 50 രൂപ 60 രൂപ എന്തോ ഇട്ടാലാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് $1 എന്ന് പറയുമ്പോൾ 80 രൂപയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലത് INR ആണ് തോന്നുന്നുണ്ട് ഫണ്ട് ഇട്ട് കളിക്കുന്നതിൽ. കാരണം അത്രയും ഫണ്ട് നമുക്ക് പോകില്ല. ഇവിടെ നമുക്കൊരു കൊടുക്കാം കേട്ടോ, പോയിൻ്റ് കൊടുക്കാം. കാരണം ഇങ്ങനെ നമ്മൾ പോയിൻ്റ് അടിക്കാനുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ എന്താ പറയുക പ്രോഫിറ്റ് ഡാമേജ് ആവുന്ന കുറയും. അപ്പം പോവുകയാണെങ്കിൽ $3 നമുക്ക് കൂടെ പോവുള്ളൂ. പക്ഷെ അത് ഈ ഒരൊറ്റ പോർഷനോ 2 പോർഷനോ ഇറങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, പ്രോഫിറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ലൈവായിട്ട് നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യുന്നില്ല, കട്ടിങ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഒക്കെ ലെവലിൽ മൂവ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിൽ ഫെയിലായി കഴിഞ്ഞാൽ അതന്നെ ഞാൻ എടുത്തിടുന്നത്. ഞാൻ വിന്നിങ് മാത്രം കട്ട് ചെയ്തിടുന്നൊന്നുമില്ല. ഫെയിലായാൽ നമ്മൾ ഫെയിൽ തന്നെ ഇടണം, വിന്നിങ് ആയി നമ്മൾ വിൻ തന്നെ ഇടും. നമുക്കിത് ഫ്ലോപ്പാണ്. ഇവിടെ ഈ 3 ട്രേഡ് നമുക്ക് ഫ്ലോപ്പായി, $3 പോയി. പക്ഷെ നമ്മൾ വിഷമിക്കുന്നുണ്ടോ, $3 അല്ലേ, നമുക്ക് അടുത്ത ട്രേഡിൽ പിടിക്കാമല്ലോ, അത്ര തന്നെ ചിന്തിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം 4 ട്രേഡ് ഞാൻ എടുത്ത്, ഞാൻ ദിവസം 4 ട്രേഡ് എടുക്കാമെന്നുള്ളൂ. പക്ഷേ ഇരട്ടിപ്പായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കുറേ ഫ്ലോപ്പൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പം നമുക്കിതുപോലൊരു ചാനൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ നമ്മളത്രേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു INR സ്റ്റാറ്റസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ ട്രേഡ് എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്, നോക്കാം. അതിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു മിനിമം ബാലൻസ് അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയ സമയത്ത് അതിനകത്ത് പറഞ്ഞത് നമുക്ക് 700 രൂപ 650 രൂപ അങ്ങനത്തെ കൊടുത്തിട്ട് കയറാൻ വേണ്ടി പറ്റുന്ന വന്നത്. ഇതിലാവുമ്പോൾ നമ്മുടെ ഡോളർ വൈസിലാകുമ്പോൾ $10 ഇട്ടാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ $10 നമ്മൾ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ ഭയങ്കര കുറവായിരിക്കും. 10 കളിയേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് നല്ലത് INR ആകുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50 രൂപയോ 60 രൂപ എന്തോ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നേരം കളിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.